നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ദ്വാദശി തിഥിയിൽ അഭിജിത് മുഹൂർത്തത്തിൽ മഹാബലി ദേവന്മാരുടെ മാതാവായ അദിതിയുടെയും കശ്യപ പ്രജാപതിയുടെയും പുത്രനായി ജനിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത്. ശ്രോണമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം നാളായി മാറിയതെന്ന വാദവുമുണ്ട്. തിരുവോണ നാളിൽ വാമനൻ അവതരിച്ചതുകൊണ്ടാണ് ഭഗവാന്റെ നാൾ ഓണമായി കേരളത്തിൽ ആഘോഷിക്കാനിടയായതെന്നും പറയുന്നു. ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനാൽ പരാജിതനായെങ്കിലും പിന്നീട് അസുരഗുരുവായ ശുക്രാചാര്യരുടെയും ബൃഹകുല ബ്രാഹ്മണരുടെയും അനുഗ്രഹം നേടിയ മഹാബലി ദേവലോകവും മറ്റു ലോകങ്ങളും കീഴടക്കിയതായി പുരാണത്തിൽ വിവരിക്കുന്നുണ്ട്. നാരായണീയത്തിലെ 30-31 ദശകങ്ങളിലാണ് വാമനചരിതം വർണ്ണിച്ചിരിക്കുന്നത്. ആകെ 20 ശ്ലോകങ്ങൾ ഉള്ളതിൽ ആദ്യ ശ്ലോകം മഹാബലിയെ അവതരിപ്പിക്കുന്നു. ത്രിലോകങ്ങളും വശത്താക്കിയ ബലിയെ ഈ പ്രഥമ ശ്ലോകത്തിൽ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബലിർ മഹാത്മാ എന്നാണ്. അസുരവംശത്തിൽ പിറക്കുകയും ദേവന്മാരെ തോൽപ്പിക്കുകയും ചെയ്ത ബലി എങ്ങനെ മഹാത്മാവാകും എന്ന സംശയത്തിനുത്തരമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിനെ ഈശ്വരനിൽ നിർത്തണം. അങ്ങനെ കർമ്മം ചെയ്യുന്നവനാണ് യഥാർത്ഥ കർമ്മയോഗി. മാതാ അമൃതാനന്ദമയി ദേവി. ഇനി ശ്രീ ശങ്കരാചാര്യർ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. നാലം വാസകൃദേവ ദേവ ഭവത സേവാനതിർവാനുതി പൂജാ വാ സ്മരണം കഥാശ്രവണമപ്യാലോകനം മാതൃശാം സ്വാമിന്ന സ്ഥിരദേവതാനുസരണായാസേന കിം ലഭ്യത്തെ കാ വാ മുക്തിരിത കുതോ ഭവതി ചേത് കിം പ്രാർത്ഥനീയം തദാ. അടുത്തതായി ശാങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ്. ശ്രീ ശങ്കരാചാര്യർ രചിച്ച ശിവാനന്ദലഹരിയിലെ 33-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കര കൃതികളിൽ ശിവാനന്ദലഹരിയിൽ 32-ാം ശ്ലോകം നമ്മൾ ശ്രദ്ധിച്ചു. 33-ാമത്തെ ശ്ലോകം നാലം വാസകൃദേവ ദേവ ഭവത സേവാനതിർവാനുതി പൂജാ വാ സ്മരണം കഥാശ്രവണമപ്യാലോകനം മാതൃശാം.
സ്വാമിന്നസ്ഥിരദേവതാനുസരണായാസേന കിം ലഭ്യതേ കാവാ മുക്തിരിത കുതോ ഭവതി ചേത് കിം പ്രാർത്ഥനീയം തതഃ. ഹേ ദേവ, അല്ലയോ ദേവ, ദേവൻ സർവത്തെയും ദ്യോതിപ്പിക്കുന്നവനാണ്, പ്രകാശിപ്പിക്കുന്നവനാണ്. ദേവൻ സ്വയം പ്രകാശിക്കുന്നവനാണ്. അപ്പോൾ പറയാണ് സകൃതേവ. സകൃത് എന്ന് വെച്ചാൽ ഒരിക്കൽ, ഒരിക്കലെങ്കിലും ചെയ്യപ്പെടുന്ന ഭവതഃ, ഭവാൻ്റെ സേവയാകട്ടെ, നതിഹീവ നമസ്കാരമാകട്ടെ, നുതിഹീവ സ്തോത്രങ്ങൾ കീർത്തനങ്ങളാവട്ടെ, പൂജാവ പൂജയാകട്ടെ, സ്മരണം വ സ്മരണമാകട്ടെ, കഥാശ്രവണം അപി കഥാശ്രവണമാകട്ടെ, ആലോകനം നോക്കിക്കാണുക എന്നുള്ളതാകട്ടെ, ഇവയെല്ലാം ഒരിക്കലെങ്കിലും ചെയ്യപ്പെട്ടാൽ നമുക്ക് പരമമായ മോക്ഷഫലത്തെ പ്രദാനം ചെയ്യുന്നു. മാതൃശാം എന്നെപ്പോലുള്ളവർക്ക്. ഹേ സ്വാമിൻ, എന്നിരിക്കെ അസ്ഥിരദേവതാനുസരണായാസേന കിം ലഭ്യതേ. അസ്ഥിരങ്ങളായ ദേവതകളെ അനുസരിക്കുന്നത് കൊണ്ട്, അതിൻ്റെ ആയാസം കൊണ്ട് എന്താ നമുക്ക് കിട്ടുക? കാവാ മുക്തി, എന്താ അത് മുക്തിയാണോ? ഇതഃ കുതഹാപി ഭവതി ചേത്, ഇതിൽ നിന്ന് ഏതിൽ നിന്നെങ്കിലും സംഭവിക്കുമെങ്കിൽ, മുക്തി സംഭവിക്കുമെങ്കിൽ, കിം പ്രാർത്ഥനീയം തതഃ, അതിൽ പരം എന്ത് പ്രാർത്ഥിക്കാനാണ്? അഥവാ ഇതിൽ നിന്ന് മുക്തി ലഭിക്കുന്നു എന്നിരിക്കെ തതഃ തസ്മാ ദേവതോപാസനയിൽ നിന്ന്, വിഭിന്നങ്ങളായ ദേവതാർച്ചനകളിൽ നിന്ന്, ആയാസബഹുളമായിരിക്കുന്ന ദേവതായ ആരാധനയിൽ നിന്ന് എന്ത് കിട്ടാനാണ്? കിം പ്രാർത്ഥനീയം, എന്ത് പ്രാർത്ഥിക്കാനാണുള്ളത്? വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു ശ്ലോകമാണ്. വൈദികമായ ചിന്താപദ്ധതി അനുസരിച്ച്, സനാതനധർമ്മത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. രണ്ട് ഈശ്വരന്മാരില്ല, ഉണ്ടാവാൻ തരമില്ല. എന്നാൽ ദേവതകളോ? ദേവതകൾ അനേകാനേകമുണ്ട്. ഓരോ പ്രപഞ്ച പ്രതിഭാസത്തിൻ്റെയും പിന്നിലുള്ള അധിനിയമങ്ങൾ ഓരോ ദേവതകളാണ്. പരമാത്മാവ് പരമേശ്വരൻ ഏകനാണെങ്കിലും അദ്വിതീയനാണെങ്കിലും അവിടുത്തെ സത്വരജസ് തമോ ഗുണോപാധി ഭേദങ്ങൾക്കനുസരിച്ച്, അഥവാ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദി വ്യവഹാരങ്ങൾക്കനുസരിച്ച് അനേക കോടി ദേവതകളുണ്ട്. ഈ ദേവതകളെയൊക്കെ നമുക്ക് ഉപാസിക്കുകയും ചെയ്യാം. ഓരോ വ്യക്തിക്കും ഏതേത് ദേവതാഭാവത്തിലാണോ ശ്രദ്ധ ലഭിക്കുന്നത് അതത് ദേവതാഭാവത്തെ അയാൾക്ക് ഉപാസിക്കാം. ആ ഉപാസന കൊണ്ട് അതത് ഫലത്തെ നേടാനും കഴിയും. പക്ഷെ ഒന്ന് പറയേണ്ടിയിരിക്കുന്നു, വ്യത്യസ്തങ്ങളായ ദേവതകളുടെ ഉപാസനകളെ കൊണ്ട് പ്രത്യേകം പ്രത്യേകം ഫലവിശേഷങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഇന്ന ഫലത്തിന് ഇന്ന ഉപാസന, അല്ലെങ്കിൽ ഇന്ന ഫലത്തിന് ഇന്ന ദേവത, ഇങ്ങനെ കണക്കുണ്ട്. ഈശ്വരൻ ഏകൻ, ദേവത പലത് എന്ന് പറയുന്ന സമയത്ത് എല്ലാ ദേവതകളും ഏകനായ അദ്വിതീയനായ ഈശ്വരൻ്റെ ഭാവങ്ങളാണെന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇത് മനസ്സിലാവാതെ പ്രത്യേകം പ്രത്യേകം ദേവതകൾ തന്നെയാണ് പരമമെന്ന കാഴ്ചപ്പാടോടുകൂടി വ്യത്യസ്ത ഫലപ്രാപ്തിക്ക് വേണ്ടി പല പല ദേവതകളെ ഭജിക്കുന്നു ലോകർ. അവരെ സംബന്ധിച്ച് അന്തവത്തു ഫലം തേഷാം തദ്ഭവത്തി അല്പമേധസാം എന്ന് ഗീത പറയുന്നുണ്ട്. അല്പങ്ങളായ ക്ഷണികങ്ങളായ നശിച്ചു പോകുന്ന ഫലങ്ങളാണ് നേടാൻ കഴിയുന്നത്. വ്യത്യസ്തങ്ങളായ ദേവതകളെ ഉപാസിക്കുന്നതിലൂടെ വിഭിന്നങ്ങളായ ഫലങ്ങളെ മനുഷ്യന് എത്തിച്ചേരാൻ പറ്റും. എന്നാൽ ആ ഫലങ്ങളൊക്കെ
അവസാനത്തോടു കൂടിയവയാണ്, നാശമുള്ളവയാണ്. ചിരന്തനമായ മോക്ഷപദത്തിലേക്ക് ഒരിക്കലും ഭിന്ന ദേവതോപാസന നമ്മളെ എത്തിക്കുന്നില്ല. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ വിഭിന്നങ്ങളായ ദേവതോപാസനകൾ, സർവേശ്വരോപാസന, ഇവ രണ്ടിൻ്റെയും ആ വേർതിരിവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു വിഷയം, വൈഷ്ണവന്മാർ വിഷ്ണുവെന്ന് പറയുമ്പോൾ, ശൈവന്മാർ ശിവനെന്ന് പറയുമ്പോൾ രണ്ടിനാലും ഒരേ പരമേശ്വരനാണ് അർത്ഥമാക്കപ്പെടുന്നത്, ഒരേ പരമാത്മാവാണ് അർത്ഥമാക്കപ്പെടുന്നതെന്ന് ഓർമ്മിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ശിവൻ വലുത് വിഷ്ണു വലുത് എന്നുള്ള ഭിന്നതയിലേക്ക് എത്തിച്ചേരും. അപ്പം അന്യദേവതാ ഭജനം വേണ്ടെന്നല്ല. പ്രത്യേകിച്ച് ഗീതാകാരൻ തന്നെ ഈ വിഷയം നമ്മളെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഏതേത് ഭക്തന് ഏതേത് ദേവതാഭാവത്തെ പൂജിക്കാൻ ആഗ്രഹമുണ്ടോ അതത് ദേവതാഭാവത്തിൽ ഞാൻ ശ്രദ്ധയെ കൊടുക്കുമെന്ന്. അതിന് വിരോധമില്ല. പക്ഷേ ഭേദദൃഷ്ടിയോടുകൂടി ചെയ്ത ഉപാസനയുടെ ഫലം അല്പമാണ് എന്നിരിക്കെ ആ സർവേശ്വരോപാസന അത്യന്തം സരളമെന്നിരിക്കെ എന്താ അത് ഉൾക്കൊള്ളാതെ ഇങ്ങനെ പലതിലേക്ക് പോകുന്നത്? ഈ വിഷയമാണ് ഉന്നയിക്കുന്നത്. വിശദമായി ശ്രദ്ധിക്കേണ്ടതാണ്. അത് തുടർന്ന് ചിന്തിക്കാം. തുടർന്ന് ക്ഷേത്രങ്ങളുടെ ചൈതന്യ രഹസ്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. ഒരു ക്ഷേത്രത്തിൻ്റെ നിത്യനിദാനങ്ങളെക്കുറിച്ച് നമുക്ക് ഇനി ചിന്തിക്കാം. എന്തൊക്കെയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ നിത്യനിദാനങ്ങൾ? ഒരു ക്ഷേത്രം നട തുറക്കുന്നത് തൊട്ട് അടയ്ക്കുന്നത് വരെ, വൈകിട്ട് രാത്രി അടയ്ക്കുന്നത് വരെയുള്ള വിവിധങ്ങളായിട്ടുള്ള ക്രമങ്ങളെയാണ്, അവിടുത്തെ നിത്യ ആചരണങ്ങളെയാണ് നിത്യനിദാനങ്ങൾ എന്ന് പറയുന്നത്. രാവിലെ നട തുറന്ന് അഭിഷേകം മുതലായ കാര്യങ്ങളും രാവിലത്തെ ആദ്യത്തെ പൂജയും, അത് കഴിഞ്ഞാൽ അതിനെ ഉഷപൂജ എന്നാണ് പറയുക. രാവിലത്തെ ആദ്യത്തെ പൂജയ്ക്ക് ഉഷപൂജ എന്നാണ് സാധാരണയായിട്ട് പറയുക. അത് കഴിഞ്ഞാൽ ഓരോ ക്ഷേത്രങ്ങൾക്കനുസരിച്ച്, ക്ഷേത്രങ്ങളുടെ വലിപ്പച്ചെറുപ്പങ്ങൾക്കനുസരിച്ച്, വലിപ്പച്ചെറുപ്പം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്ഷേത്രഘടനയുടെ അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു കെട്ടിട സമുച്ചയത്തിൻ്റെ വലിപ്പത്തെയല്ല. അവിടെ ക്ഷേത്രത്തിൽ സംവിധാനം, ഒരു തന്ത്രശാസ്ത്ര പ്രകാരം അവിടെ സമ്മേളിപ്പിച്ചിരിക്കുന്ന ഈശ്വരൻ്റെ ചൈതന്യത്തിനനുസരിച്ച് എപ്രകാരമാണോ ആദ്യ ഘട്ടത്തിൽ അവിടുത്തെ നിത്യനിദാനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്, അതിനനുസരിച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ വലിപ്പച്ചെറുപ്പങ്ങളെയും നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും മഹാക്ഷേത്രങ്ങളുടെ ഗണത്തിലേക്ക് പെടുമ്പോൾ 5 പൂജകളാണ് ഒരു ക്ഷേത്രത്തിൽ സാമാന്യമായിട്ട് കണക്കാക്കുക. എന്നാൽ ആ ക്ഷേത്രങ്ങളുടെ, ഒരു മഹാക്ഷേത്രത്തിൻ്റെ പരിധിയിൽ നിന്ന് കുറച്ച് താഴ്ത്തി ചിന്തിക്കുന്ന സമയത്ത് ഒരു സാധാരണ ക്ഷേത്രങ്ങളിൽ 3 നേരമെങ്കിലും പൂജ വേണം എന്നുള്ളതാണ് ഒരു ക്രമം. അതും കഴിഞ്ഞാൽ 1 നേരമെങ്കിലും പൂജ എന്നുള്ളൊരു ക്രമം, അല്ലെങ്കിൽ 2 നേരം, രാവിലെയും വൈകുന്നേരവും മാത്രം ഓരോ പൂജ എന്നുള്ള ക്രമത്തിലും ഒക്കെ നിശ്ചയിക്കാറുണ്ട്. ഇതൊക്കെ ഈ പ്രതിഷ്ഠാവേളയിൽ ദേവനോട് നടത്തുന്ന ഒരു പ്രസ്താവനയാണ്. ഇന്ന വിധത്തിൽ ദേവൻ്റെ നിത്യനിദാനങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പ്രതിഷ്ഠാവേളയിൽ തന്നെ ദേവൻ്റെ മുന്നിൽ ഒരു സത്യം പോലെ, ഒരു പ്രതിജ്ഞ പോലെ ചെയ്യുന്നുണ്ട്. ആ പ്രതിജ്ഞ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരുമാണ്. അപ്പോൾ ഒരു സാമാന്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 5 പൂജകളോട് കൂടിയുള്ള ഒരു മഹാക്ഷേത്രം എന്നുള്ള നിലയിൽ പറഞ്ഞു. ആദ്യത്തെ പൂജ എന്ന് പറയുന്നത് ഉഷപൂജയാണ്. അതിരാവിലെയാണ് ഈ ഉഷപൂജ നിശ്ചയിക്കുക. അടുത്തത് എതിർത്ത് പൂജ എന്ന് പറയുന്നൊരു സങ്കല്പമാണ്. അതായത് സൂര്യപ്രകാശത്തിൻ്റെ ആദ്യ കിരണങ്ങൾ വിഗ്രഹത്തിലേക്ക് എത്തിത്തുടങ്ങുന്ന ഘട്ടത്തിൽ എതിർത്ത് പൂജ എന്ന് പറയുന്ന നിലയിൽ ആ ഒരു പൂജയെ നിശ്ചയിക്കുന്നു. അത് കഴിഞ്ഞ് വരുന്നത് പന്തീരടി പൂജ എന്നാണ് കണക്ക്. അതും സൂര്യൻ്റെ ഘടനയനുസരിച്ചാണ് അന്നത്തെ സമയക്രമം, പഴയകാലങ്ങളിൽ സമയക്രമം നിശ്ചയിച്ചിരുന്നത്. 12 അടിയോളം സൂര്യപ്രകാശം നിഴലെത്തി നിൽക്കുന്ന സമയത്തെയാണ് പന്തീരടി എന്ന് പറയുന്നത്. ആ പന്തീരടി പൂജ, ആ സമയത്ത് നടത്തുന്ന പൂജയെ പന്തീരടി പൂജ എന്ന് പറയുന്നു. അത് കഴിഞ്ഞാൽ ഉച്ചപൂജ ആണ് നടത്തുന്നത്. ഉച്ചപൂജയ്ക്ക് ശേഷം മഹാനിവേദ്യം നിവേദിച്ച് ഉച്ചപൂജ കഴിഞ്ഞ് നടയടക്കുകയാണ് സാധാരണ ചെയ്യുക. അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഇതുപോലെ തന്നെ
നട തുറന്നു കഴിഞ്ഞാൽ ദീപാരാധനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അത്താഴപൂജയോട് കൂടിയാണ് സാധാരണ ഒരു പൂജാക്രമങ്ങൾ സാമാന്യമായിട്ട് നടപ്പാക്കുക. അതോടൊപ്പം തന്നെ ഇത്തരം മഹാക്ഷേത്രങ്ങളിൽ ഈ 5 നേരത്തെ പൂജകൾക്ക് കണക്കായിട്ട് വളരെ ഇത്തരം മഹാക്ഷേത്രങ്ങളിൽ മാത്രമാണ് നിത്യശീവേലി കൂടി ഇതിനോടനുബന്ധമായിട്ട് ചെയ്യാറുണ്ട്. കാലത്ത് ഉഷപ്പൂജ കഴിഞ്ഞാൽ രാവിലത്തെ ശീവേലിയും ഉച്ചപൂജയ്ക്ക് ശേഷവും അത്താഴപൂജയ്ക്ക് ശേഷവും 3 നേരം ശീവേലിയും ഈ മഹാക്ഷേത്രങ്ങളുടെ നിത്യനിദാനങ്ങളുടെ ഭാഗമാണ്. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങളും ക്ഷേത്ര ചരിത്രവും മനസ്സിലാക്കി ദീപാരാധന തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശരവണപ്പൊയ്കയിലെ താമരപ്പൂക്കളിൽ ഒന്നുപോലെയാണ് ചങ്ങനാശ്ശേരിയിലെ പെരുന്ന ശ്രീ മുരുകക്ഷേത്രം. ശരവണപ്പൊയ്കയിൽ അവതാരമെടുത്ത ഭഗവാൻ ശ്രീമുരുകനെ ശരണമന്ത്രങ്ങളാലും പഞ്ചാമൃത അഭിഷേകങ്ങളാലും സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടമാണ് പെരുന്ന ശ്രീ മുരുകക്ഷേത്ര സന്നിധി. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ വേൽമുരുകന്റെ ശക്തി ചൈതന്യം വർദ്ധിച്ചു നിൽക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നു തന്നെയാണ് പെരുന്ന ശ്രീ മുരുകക്ഷേത്രം. മലനാടും ഇടനാടും തീരഭൂമിയും സംഗമിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ പെരുന്ന ഗ്രാമത്തിന് നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ ചരിത്രമാണ് പറയാനുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചതുപ്പ് നിലമായിരുന്നു എന്ന് കരുതപ്പെടുന്ന ഈ പ്രദേശത്തെ പെരുന്നയതിൽ എന്ന പേരിലാണ് അറിയപ്പെട്ടതെന്ന് ചരിത്രം വിവരിക്കുന്നു. ഏകദേശം 1000-നുമേലെ വർഷങ്ങളുടെ പഴക്കമാണ് ക്ഷേത്രത്തിനുള്ളതെന്ന് ക്ഷേത്രത്തിൻ്റെ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു. പെരുന്നയിൽ മുരുകന് സമർപ്പിക്കുവാനുള്ള പ്രാർത്ഥനകളുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ പുണ്യഭൂമിയിലേക്ക് അനുദിനം ഒഴുകിയെത്തുന്നത്. താരകാസുര വധത്തിനു ശേഷം വിജയശ്രീലാളിതനായി നിൽക്കുന്ന ഭഗവാന്റെ അപൂർവങ്ങളിൽ അപൂർവമായ രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കലികാലത്തിൻ്റെ സർവകഷ്ടതകളിൽ നിന്നും മോചിതരാകാനും നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും അഹന്തയും അജ്ഞാനവുമായ താരകാസുരന്മാരെ നശിപ്പിക്കുവാനുമായി പെരുന്നയിൽ ക്ഷേത്രദർശന പുണ്യം നേടുകയെന്നത് ഈ കലികാലത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതായി മാറുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെരുന്നയിൽ ക്ഷേത്രമുണ്ടാകുവാനുള്ള കഥ പഴമക്കാർ പറയുന്നത് ഇങ്ങനെ. ഒരിക്കൽ ഇവിടെ നിരവധി ബ്രാഹ്മണ സമുദായങ്ങൾ ഒത്തുചേർന്ന് താമസിച്ചിരുന്നുവെന്നും അവർക്കിടയിൽ നിരന്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നതായും പറയപ്പെടുന്നു. ഈ ബ്രാഹ്മണ സമുദായത്തിൻ്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനുമായി ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഒന്നായ താമരശ്ശേരിയിൽ തിരുമേനി പഴനിമലയിൽ പോയി മുരുകനെ നിരന്തരം ദർശനം നടത്തുമായിരുന്നു. വാർദ്ധക്യത്തിലും പ്രായാധിക്യം വകവയ്ക്കാതെയുള്ള നമ്പൂതിരിയുടെ മുടങ്ങാത്ത തീർത്ഥയാത്രകളിൽ മനസ്സു നിറഞ്ഞ ഭഗവാൻ ഒരിക്കൽ നമ്പൂതിരിക്ക് സ്വപ്നദർശനം നൽകുന്നു. ആ സ്വപ്നദർശനത്തിൻ്റെ പൊരുൾ ഇങ്ങനെയായിരുന്നു: ഇനി തന്നെ കാണാനായി പഴനിമല കയറേണ്ടതില്ലെന്നും നിത്യവും പൂജിക്കാനായി പെരുന്ന ദേശത്ത് തന്നെ ഭഗവാന്റെ ചൈതന്യരൂപം ദർശിക്കാമെന്നുമുള്ള ഭഗവത് സന്ദേശം കിട്ടുന്നു. ഉടൻ തന്നെ തിരുമേനി ക്ഷേത്ര നിർമ്മാണത്തിനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു. ദർശനത്തിൽ ഭഗവാൻ അരുൾ ചെയ്തതുപോലെ സമീപ പ്രദേശത്തുള്ള കൊടുംതറയാറ്റിൽ ഭഗവാന്റെ വിഗ്രഹം കാണാൻ കഴിയുമെന്നും ആ വിഗ്രഹം തന്നെ പെരുന്നയിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം. ഭഗവത് കൽപ്പന പോലെ തന്നെ കൊടുംതറയാറ്റിൽ നിന്നും ഭഗവാന്റെ വിഗ്രഹം കണ്ടെത്തുകയും തുടർന്ന് ഘോഷയാത്രയോടുകൂടി പെരുന്നയിലേക്ക് വിഗ്രഹം എത്തിക്കുകയുമായിരുന്നു.
വിഗ്രഹ ഘോഷയാത്രയ്ക്കിടയിൽ വിഗ്രഹം വേങ്ങൽ എന്ന സ്ഥലത്ത് ഇറക്കി വച്ച് വിശ്രമിക്കാനിരിക്കുകയും ചെയ്തു. അതോടെ വേങ്ങലിലും ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ടാവുകയും പിൽക്കാലത്ത് പെരുന്നയിൽ ശ്രീമുരുക ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രമെന്നും വേങ്ങലിൽ ക്ഷേത്രം അറിയപ്പെട്ടു തുടങ്ങി. ഓടുമേൽക്കൂരമേഞ്ഞ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നു. വിവിധ വശങ്ങളിൽ നിന്നുള്ള ക്ഷേത്രക്കാഴ്ചകളും മനോഹരമാണ്. ക്ഷേത്രത്തിൻ്റെ ബലിക്കല്ല് അതിപുരാതനമായ ശില്പചൈതന്യത്താൽ തീർത്ഥാടകന്റെ മനസ്സിനെ പെരുന്നയുടെ പൂർവ്വകാല സ്മൃതികളിലേക്ക് നയിക്കുന്നു. ബലിക്കല്ലിനു മുകളിലായി ശില്പഭംഗികൾ കാണാം. നാലമ്പലത്തിലേക്കു കയറുവാനുള്ള വാതിലിനു മുകളിലായി ശിലകളിൽ തീർത്ത കൊത്തുപണികളും കാണാം. നമസ്കാര മണ്ഡപത്തിനു മുന്നിലായുള്ള വലിയ വട്ടശ്രീകോവിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. ശ്രീകോവിലിനു ചുറ്റുമുള്ള ചുവർ ചിത്രങ്ങളിൽ ഭഗവാന്റെ കഥകൾ കാണാം. നാലമ്പലത്തിനുള്ളിലായി മറ്റൊരു ചുമർചിത്ര കഥയിൽ രാമചരിതവും ദർശിക്കാം. അങ്ങനെ നാലമ്പലത്തിനുള്ളിലെ പ്രദക്ഷിണം കാഴ്ചകളാലും അനുഗ്രഹങ്ങളാലും സമ്പന്നമാകുമ്പോഴും ശ്രീകോവിലിനുള്ളിലെ ഭഗവത് ചൈതന്യത്തെ എത്ര കണ്ടാലും മതിവരാത്തതുപോലെ. ഇവിടെ ഓരോ ഭക്തനും വീണ്ടും വീണ്ടും ദർശന സൗഭാഗ്യം കൊതിക്കുന്നു. വിശാലമായ ക്ഷേത്രക്കുളമാണ് പെരുന്ന ക്ഷേത്രത്തിലേത്. മയിൽവാഹനനും ദണ്ഡായുധപാണിയുമായ കുമരേശൻ ക്ഷിപ്രപ്രസാദിയാണെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. ശിവൻ, ഗണപതി, ശ്രീകൃഷ്ണൻ എന്നീ ഉപദേവങ്ങൾക്കൊപ്പം നാഗദേവങ്ങളെയും ഇവിടെ ആരാധിക്കുന്നു. ചൊവ്വാഴ്ച ദിവസത്തെ ഒറ്റനാരങ്ങ നേർച്ച ഭഗവാന് വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു. ഒറ്റനാരങ്ങയും ഒരു പൂവും കയ്യിൽ വച്ചു ജപിച്ചുകൊണ്ട് ഭഗവാനെ 6 വട്ടം പ്രദക്ഷിണം ചെയ്ത് ഭക്തർ അവരുടെ മനോദുഃഖങ്ങൾ ഭഗവാനുമായി പങ്കുവയ്ക്കുന്നു. സ്കന്ദപുരാണം ഒരു യുഗം പറഞ്ഞാലും തീരാത്തതാണല്ലോ. അതുപോലെ തന്നെയാണ് പെരുന്നയിൽ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ശക്തി വൈഭവങ്ങളെക്കുറിച്ച് വാക്കുകളിലൂടെ പറയുവാനുമാകില്ലല്ലോ. അത് സ്വയം ആത്മാവിലും മനസ്സിലും അനുഭവിച്ചറിയുകയെന്നത് തന്നെയാണ് പരമാർത്ഥം. പ്രദോഷ പൂജകൾക്കായി അന്തരീക്ഷമൊരുങ്ങി. ഭക്തജനങ്ങൾ വിശാലമായ പ്രദക്ഷിണ വഴികളിലൂടെ നടന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. മനസ്സിൽ നിന്നും ആത്മാവിലേക്കുള്ള വഴികളിലേക്ക് പ്രകാശം പടർന്നു. ഓരോ പ്രകാശധാരയിലൂടെയും തേജോമയമായ ആത്മാവിൻ്റെ ശരവണ പൊയ്കകളിൽ ഭഗവത് രൂപം തെളിയുന്നു.